നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചെയ്യുന്നതൊക്കെ. പ്രത്യേകിച്ചും +1 +2 പബ്ലിക് എക്സാം നടക്കുന്ന സമയത്ത് +2വിൻ്റെ 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ വളരെ പ്രയാസം ആയിട്ട് +2 കുട്ടികൾക്ക് വളരെ നിരാശയായി തോന്നിയതാണ്. ഒന്ന് ഫിസിക്സും ഇന്ന് നടന്ന കെമിസ്ട്രി. പരം ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധയോട് കാത്തിരിക്കേണ്ട ഒരു ബാച്ചുകാർ +1കാരാണ്. കാരണം ഈ +2കാർ +1 ഇരിക്കുമ്പം അവരുടെ +1 മാത്സ് മാത്രമേ ഉള്ളായിരുന്നു അത്യാവശ്യം ടഫ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും അത്യാവശ്യം നല്ല പരീക്ഷകളായിരുന്നു. +1 ഈ വർഷം സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്കുള്ളത് പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇനി കിടക്കുകയാണ്. +1 എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു നല്ല ശതമാനം കുട്ടികളും വളരെ എളുപ്പമാണ്. 10ാം ക്ലാസ് പോലെ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമുക്ക് ഓഫ്ലൈനായാലും ഓൺലൈനായാലും ബാച്ചസ് ഉള്ളതുകൊണ്ട് ഒരു ഒട്ടും സീരിയസ് ഇല്ലാതെ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളതിനെ ഇപ്പോൾ +2കാരെടുക്കുന്ന ഒരു ലെവലിൽ പോലും നിങ്ങൾ +1ലാണ് ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്, ഫിസിക്സൊക്കെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, അതായത് കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും സബ്ജക്റ്റുകളൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് വേണ്ടത്ര ഇല്ല, ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇടവേളകളിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് +2കാരുടെ പരീക്ഷയുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുമല്ല. പലരും എന്നോട് പറഞ്ഞു, സാറേ +2കാരുടെ പരീക്ഷ കണ്ടാണ്ട് അവരൊക്കെ പണി പാളിയല്ലോ. ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. നമ്മൾ പറയത്തില്ലേ, പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വളരെ 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 കീനായിട്ട് ശ്രദ്ധിച്ച് നല്ല ഗംഭീരമായിട്ട് പഠിച്ചാൽ +1 നല്ല മാർക്ക് മേടിച്ചാൽ +2 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ശരിക്കും കഷ്ടപ്പെട്ട് ഇനിയുള്ള വിഷയങ്ങൾ കൃത്യമായ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പം ഞാൻ അടുത്ത ദിവസം മുതൽ നാളെ മുതൽ +1ൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് ഇടും. എന്നെക്കൊണ്ട് ഇടാൻ പറ്റുന്ന എല്ലാ വീഡിയോസ്, അത് ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം, മാത്സും എല്ലാം, നിങ്ങളതെല്ലാം ഫോളോ ചെയ്യുക. ഗ്രൂപ്പ്, ഓൺലൈൻ ഗ്രൂപ്പുകളുമുണ്ട്. മാത്സും ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ എന്ന് പറഞ്ഞിട്ട് 100% ചോദിക്കാൻ സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞത്, എന്നാലും പ്രോബബിലിറ്റി കൂടിയ ക്വസ്റ്റ്യൻസ് ഇടും. എല്ലാം കണ്ട് പഠിക്കുക. +1കാർ ജാഗ്രതയിൽ. കാരണം നിങ്ങൾക്കതൊരു വാണിംഗ് ആണ് +2കാരുടെ എക്സാം. അന്നേരം വിദ്യാഭ്യാസ വകുപ്പ് തരുന്ന വാണിംഗ് അത് +1കാർ കൂടിയുള്ളതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്കാക്കുക. ഇതിനെ നിസ്സാരമായി കാണരുത്, സീരിയസ് ആയിട്ട് കാണുക. ഓക്കെ, വരാം. വളരെ കാര്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.